എല്ലാ പ്രേക്ഷകർക്കും ചാനൽ 13.8-ൻ്റെ ഞാനെങ്ങനെ യുക്തിവാദി എന്ന പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സുമേഷാണ്. സുമേഷ് ഷിപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. കൂടാതെ കേരള യുക്തിവാദ സംഘത്തിൻ്റെ ഒരു പ്രവർത്തനം കൂടിയാണ്. നമുക്ക് നേരിട്ട് സുമേഷിൻ്റെ കൂടി തന്നെ യുക്തിവാദ ജീവിതത്തെ പറ്റിയിട്ട് ചോദിച്ചറിയാം. നമസ്കാരം സുമേഷ്. നമസ്കാരം. നമ്മുടെ ഈ പരിപാടി കാണാറുണ്ടോ? ഈ ഞാനെങ്ങനെ യുക്തിവാദി ഏകദേശം 45 എപ്പിസോഡ്, 45 കൂടുതൽ എപ്പിസോഡുകൾ കഴിഞ്ഞു. ഞാൻ ഇന്നലെ രാത്രി ഇരുന്ന് കണ്ടു. ഇന്നലെ രാത്രി കണ്ടു. അത് ശരി. ഒരു 3-4 വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഐ മീൻ സ്ട്രൈക്കിംഗ് ആയി തോന്നിയ വീഡിയോസൊക്കെ ഞാൻ കുറച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. 13.8-ൻ്റെ വീഡിയോസ് ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ KYS ആയിട്ടുള്ള കണക്ഷനെ കുറിച്ച് എനിക്ക് അത്ര അറിയണ്ടായിരുന്നു. KYS കുറെ പ്രോഗ്രാംസ് ഒക്കെ കണ്ടിട്ടുണ്ട് 13.8-ൻ്റെ വീഡിയോസിനകത്ത്. ഓക്കെ. ഈ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം തന്നെ ഇങ്ങനെ നമ്മൾ കാരണം സാധാരണ ഇവിടെ കൂടുതലും മതവിശ്വാസികളാണ്. സോഷ്യൽ മീഡിയയൊക്കെ മൊത്തം നിറഞ്ഞു നിൽക്കുന്നതും അവരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ളത് പൊതുസമൂഹത്തെ അറിയിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് നമ്മളിങ്ങനെ ഒരു ചാനലും അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാം പർട്ടിക്കുലർലി യുക്തിവാദ ജീവിതം നല്ല രീതിയിൽ നയിക്കുന്നവർ ഈ സമൂഹത്തിലുണ്ടെന്ന് ലോകത്തെ കൂടി ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പരിപാടി നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. എവിടെയാണ് സ്വദേശം? എവിടെയാണ്? എൻ്റെ സ്ഥലം പറപ്പൂര് എന്ന് പറയും. പറപ്പൂര്, തൃശ്ശൂർ തന്നെയാണ്. തൃശ്ശൂർ തന്നെയാണ്. സുമേഷ് ഇപ്പം എത്ര വയസ്സായി? എനിക്ക് 36 വയസ്സ്. 36 വയസ്സായി. കണ്ടാ തോന്നില്ല. ഇല്ലേ? കണ്ടാ ഒരു 30-നൊക്കെ അടുപ്പിച്ചൊക്കെ ഉള്ളൂ. 6 വയസ്സ് കൂടുതലാണ്. അപ്പോൾ നമ്മൾക്ക് എങ്ങനെയായിരുന്നു? ഒരു വിശ്വാസ കുടുംബത്തിലാണോ ജനിച്ചത്? അങ്ങനെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു റിലീജിയസ് ബിലീഫ് അങ്ങനെ ഉണ്ടായിരുന്നില്ല ചെറുപ്പത്തിലൊന്നും. അമ്പലത്തിൽ പോവാതിരിക്കാം. പിന്നെ തറവാട്ട് ക്ഷേത്രമൊക്കെ ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയും വിശ്വാസിയാണോ? അതെ, അവരൊക്കെ വിശ്വാസികളാണ്. കുടുംബത്തിലെല്ലാവരും എല്ലാവരും വിശ്വാസികളാണ്. ഇപ്പൊ തറവാട്ട് ക്ഷേത്രത്തിൽ പോകേണ്ടതായിട്ടുള്ള ആവശ്യങ്ങൾ, കടമകൾ അങ്ങനെ വരാറുണ്ട്. ചെറുപ്പത്തിലൊക്കെ നമ്മൾ അങ്ങനെ പോവുകയും വരികയൊക്കെ ചെയ്യുമായിരുന്നു. കടുത്ത വിശ്വാസിയാവുന്നത് ഞാൻ സ്വയം തീരുമാനിച്ച് അങ്ങനെ പോയതാണ്. കടുത്ത വിശ്വാസിയായി പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് ചോദിച്ചു, അതൊക്കെ വേണം, അതൊക്കെ നമുക്ക് വളരെ അറിയേണ്ട കാര്യമാണ്. ബാല്യത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഫോഴ്സ് ചെയ്തിട്ടുള്ള അമ്പലത്തിൽ പോകണം, അങ്ങനെയുള്ള ഒരു സ്ട്രിക്റ്റ് ആയിട്ട് അങ്ങനെ വേണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിലും ലിബറലായി നമ്മൾ പോകുമായിരുന്നു, വരികയായിരുന്നു. പിന്നെ ചെറുപ്പത്തിലാണെങ്കിൽ നമുക്ക് അമ്പലത്തിലെ ഒരു ഫീല് ഭയങ്കര രസമാണ്. എന്നുവെച്ചാൽ വളരെ പീസ്ഫുൾ, കാം ആൻഡ് ക്വയറ്റ്. ആൻഡ് പിന്നെ എന്താ പറയുക, നല്ല പൂക്കളുടെ ഒക്കെ മണം, മണിയടിയുടെ ശബ്ദം, അതൊക്കെ നമുക്ക് വളരെയധികം ഒരു ശാന്തി തരുന്ന, വളരെ സമാധാനം കിട്ടുന്നൊരു അറ്റ്മോസ്ഫിയർ ഒക്കെ ആയിട്ട് ഫീൽ ചെയ്യായിരുന്നു. അപ്പം അതുകൊണ്ട് അമ്പലത്തിൽ പോകാനുള്ള ചാൻസുകളൊന്നും അങ്ങനെ കളയാറുണ്ടായിരുന്നില്ല. സഹോദരങ്ങൾ എനിക്കൊരു ചേച്ചിയാണ്. അവരൊക്കെ വിശ്വാസികൾ തന്നെയാണ്. എപ്പോഴും മുതലാണ് ഈ തല തിരിയാൻ തുടങ്ങിയത്? തല തിരിഞ്ഞത് 2 തവണ തല തിരിഞ്ഞു എന്ന് പറയാം. അപ്പം ശരിക്കും ആദ്യം നമ്മൾ വിശ്വാസത്തിലേക്ക് കൂടുതൽ അടുത്ത് വരുന്നുണ്ട്. പിന്നീട് ആണ് നമ്മൾ സയൻസിലോട്ട് വരുന്നത്. അപ്പോൾ വിശ്വാസത്തിലോട്ട് അടുത്ത് വരിക എന്ന് പറയുമ്പോൾ നമ്മൾ ചെറുപ്പം മുതലേ വായിക്കുമായിരുന്നു കുറേ പുസ്തകങ്ങളൊക്കെ. കൂടുതലും ഫിക്ഷനൊക്കെ ആയിരുന്നു വായിക്കുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ അതിൻ്റെ ഇടയിൽ സയൻസ് പുസ്തകങ്ങൾ വായിക്കുമായിരുന്നെങ്കിലും നമ്മളതിനെ ഇപ്പം എന്താ പറയുക, നമ്മുടെ പഠനത്തിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്നുള്ള രീതിയിൽ നിന്നല്ലാതെ നമ്മൾ ലൈഫായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഒരിക്കലും. ഇപ്പോൾ നമ്മൾ ഇലക്ട്രിസിറ്റിയെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇടിമിന്നൽ ഉണ്ടാവുന്നത് എങ്ങനെയൊക്കെ പഠിക്കുന്നുണ്ട്. പക്ഷെ അത് ഒരു ദൈവമല്ല ആ ഇടിമിന്നൽ ഉണ്ടാക്കുന്നത് എന്ന് രണ്ടും കണക്ട് ചെയ്ത് പറയാനൊരാളുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ നമ്മൾ വിശ്വാസത്തിലേക്ക് മെല്ലെ മെല്ലെ വരുന്നുണ്ടായിരുന്നു, കുറച്ച് അടുത്തടുത്ത് വരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചിന്തിക്കാനൊക്കെ തുടങ്ങുന്ന സമയത്ത് ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ ഈ ഫേമസ് ക്വസ്റ്റ്യൻസ്, ഞാൻ ആരാണ്, എൻ്റെ വിധി എന്താണ്, അതല്ലെങ്കിൽ നമ്മുടെ ഒക്കെ ജീവിത ലക്ഷ്യം എന്താണ് എന്നൊക്കെ ഇപ്പോൾ ഉള്ള ഐഡൻറ്റിറ്റി ക്രൈസിസുകളൊക്കെ കുറേ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെയാണ് നമുക്ക് ഈ സയൻസിൽ കവർ ചെയ്തിട്ടുള്ള, സയൻസിൻ്റെ കോട്ടിങ്ങോട് കൂടി വരുന്ന റിലീജിയസ് ബിലീഫ് ക്യാപ്സ്യൂൾസ് ആയിട്ട് തരുന്നത്. മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്? അപ്പോൾ നമ്മളിപ്പോൾ മതത്തിൽ ഓരോ ചടങ്ങുകൾ, ഓരോ ആചാരങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് എനർജി ലഭിക്കുന്നു, അങ്ങനെയുള്ള കുറെ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഗോപാലകൃഷ്ണനൊക്കെ അല്ലേ? എക്സാക്ട്ലി. അപ്പോൾ അവരുടെ ഒരുപാട് ക്ലാസ്സൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് കൂടുതൽ അട്രാക്റ്റഡ് ആവുകയാണ് നമ്മൾ അതിനോട്ട്. അതിൽ കൂടുതൽ നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാൻ തോന്നുന്നു. ഒരു ടീനേജേഴ്സിൻ്റെ ഒരു ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാമല്ലോ. അപ്പോൾ അത് അങ്ങനെ കൂടുതൽ മതത്തോട് അടുത്ത് പോവുകയാണ് ഉണ്ടാവുന്നത്. പിന്നെ നമ്മളൊരു കപ്പലിലൊക്കെ ജോലിക്ക് കയറുക എന്ന് പറയുമ്പോൾ നമ്മളൊരു 19 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ജോലിക്ക് കയറുന്നുണ്ട്.
ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടും അപ്പോഴും ശമ്പളമൊക്കെ ഉണ്ട്. അപ്പോഴും വിശ്വാസിയാണ്. അപ്പൊ വിശ്വാസത്തോട് കൂടുതൽ അടുത്ത് വരികയാണ്. പിന്നെ വേറൊരു കാര്യം, +1 ഞാൻ പഠിക്കാൻ ചേർന്നതാണ് ഒരു ഹിന്ദു മിഷനറി സ്കൂളിലാണ് ഞാൻ +2 പഠിക്കാൻ ചേരുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി അത് കൂടുതൽ എന്താ പറയുക കടുത്തു വരികയാണ് വിശ്വാസം. നമ്മൾ പ്യുവർ വെജിറ്റേറിയൻ ആവുന്നു, നമ്മൾ കാലത്തെണീറ്റ് ശ്ലോകങ്ങളൊക്കെ ചൊല്ലുന്നു, യോഗ ചെയ്യുന്നു, പ്രാണായാമം ചെയ്യുന്നു, സൂര്യനമസ്കാരം ചെയ്യുന്നു. ചിരി വരുന്നുണ്ട്. അപ്പൊ നമ്മളങ്ങനെ കടുത്ത വിശ്വാസമായി മാറുകയായി നമുക്ക് ഗ്രാജുവലി. വെജിറ്റേറിയനിസം ഒക്കെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. നമ്മൾ ഷിപ്പൊക്കെ ആയിട്ട് ജോലി ചെയ്യുമ്പോൾ നമുക്ക് അത് ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ ഷിപ്പിലൊക്കെ പോകുമ്പോൾ പിന്നെ നമ്മൾ കൂടുതലും ഈ നോർത്ത് ഇന്ത്യൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ റേഷണൽ തിങ്കേഴ്സൊക്കെ വളരെ കുറവാണെന്നാണ് എൻ്റെ അറിവിൽ. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്ന ഇന്ത്യൻസിനൊക്കെ അങ്ങനെ ബിലീവേഴ്സ് ആയിരുന്നു കൂടുതൽ, ഒരു വിശ്വാസികളായിരുന്നു. ഇപ്പോൾ സൗത്ത് ഇന്ത്യയിലുള്ളതിനേക്കാൾ കുറച്ചും കൂടി ഹാർഡ് കോറായിട്ട് വിശ്വസിക്കുന്നവരായിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ അഭിപ്രായത്തിൽ. അപ്പോഴും നമുക്ക് വിശ്വാസത്തിൽ നിന്നും കുറവ് വരുന്നില്ല. അപ്പം അങ്ങനെ വിശ്വാസം കൂടി വരുന്നു. പിന്നെ തിരിച്ച് നാട്ടിലോട്ട് വരുമ്പോൾ നമുക്കൊരു 1, 2, 3, 4 months ഒക്കെ വെക്കേഷനാണ്. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മളങ്ങനെ യാത്ര ചെയ്യുമായിരുന്നു. മൊത്തം എന്താ പറയുക, ഇന്ത്യ ഏതാണ്ട് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും, ഇപ്പോൾ ഈസ്റ്റ് ഇന്ത്യ ഒക്കെ ഒഴിച്ച് നിർത്തിയ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ യാത്ര ചെയ്യായിരുന്നു. പ്രധാനപ്പെട്ട ഷ്രൈൻസിലൊക്കെ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. ഈ എന്താ പറയുക 8 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് രാമേശ്വരം, ത്രയംബകേശ്വർ, അങ്ങനെ കുറേ ഉള്ളിലൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ പോയി നമ്മളങ്ങനെ ധ്യാനിച്ചിരിക്കലും താടിമുടി നീട്ടി വളർത്തലും ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ചൊക്കെ ഫോട്ടോ ഉണ്ടോ? ഫോട്ടോസ് നോക്കാം. പിന്നെ ഹിമാലയത്തിൽ പോകുന്നു, ഗുഹകളിൽ പോകുന്നു, സന്യാസിമാരുടെ കൂടെ ഒക്കെ ഗുഹകളിൽ ജീവിക്കുന്നു. അതൊക്കെ ഒരു രസം ചെയ്തിട്ടുണ്ട്. ആ ഒരു ലൈഫ് ഉണ്ടായിരുന്നു പണ്ട്. അപ്പോൾ ഉത്തരകാശിയിലും ഗംഗോത്രിയിലും പല സ്ഥലത്ത് ഗംഗയിൽ പോയി മുങ്ങി എഴുന്നേറ്റ് വരുമ്പോൾ നമ്മളൊരു പുതിയ അവതാരമാണെന്നൊക്കെ വിശ്വസിക്കുന്നു. ക്ഷേത്രത്തിലൊക്കെ ധ്യാനിച്ചിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ആളുകളൊക്കെ തൊഴുതു പോകുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഷിപ്പിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. നാട്ടിൽ വരുമ്പോൾ ലീവാണ്, 4 മാസത്തോളൊക്കെ ലീവാണ്. അപ്പോ പിന്നെ താടി മുടിയൊക്കെ, പിന്നെ അതുപോലത്തെ ഒരു കണ്ണുകളിൽ ഒരു ചൈതന്യം. സുമേഷ് സ്വാമി ഞാൻ പേര് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു, മറ്റൊരു പേരായിരുന്നു സുമേഷ് ആനന്ദ അല്ലെങ്കിൽ സുമേശ്വര എന്നുള്ള രീതിയിലുള്ള പേരുകളൊക്കെ ആലോചിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ വീട്ടിൽ നിന്നുള്ളൊരു റെസിസ്റ്റൻസ് ഭയങ്കരമായിരുന്നു. കാരണം വെച്ചാൽ സന്യാസത്തിലോട്ടാണ് പോകുന്നത്, ഹാർഡ് കോർ ആയി പോവുകയാണ്. അപ്പൊ അതിനൊരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു വീട്ടിൽ, അത് ഒബ്വിയസ്. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വായിക്കുമായിരുന്നു, വളരെയധികം വായിക്കുമായിരുന്നു. മാതൃഭൂമി ആഴ്ചപ്പതിപ്പൊക്കെ സ്ഥിരം വായിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ആഴ്ചപ്പതിപ്പിന്റെ ഒരു ഹെഡ് ടൈറ്റിൽ ഇങ്ങനെയാണ്, മൈത്രേയൻ ഇപ്പോൾ എവിടെ എന്നുള്ളൊരു. ഏത് വർഷമാണ് ഇത്? ഏതാണ്ട് ഒരു 2015-16 ഒക്കെ ആയിരിക്കണം, എനിക്ക് എക്സാക്ട്ലി ഏതാണ്ട് ആ ഒരു പീരീഡിലായിരിക്കണം. അപ്പോഴത്തേക്കും നമ്മൾ വളരെയധികം പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് കഴിഞ്ഞു. കാളിഘട്ട്, പിന്നെ നമ്മുടെ ഈ നോർത്തിലുള്ള ശബരിമല പോലെ കുറേ സ്ഥലങ്ങളുണ്ട്, കുറച്ച് ഒരുപാടുണ്ട്. ഏതാ പറയുക, നമ്മുടെ കാശ്മീരിലൊക്കെയുള്ള ഒരു ഖത്തറ ഒക്കെ കഴിഞ്ഞിട്ട് പേര് ഞാൻ പറഞ്ഞു. അങ്ങനെ വളരെ വലിയ ഷ്രൈൻസ് ഒക്കെ ഉണ്ട്, ഒരുപാട് ഷ്രൈൻസ് ഒക്കെ ഉണ്ട്. ചാർധാം യാത്രകള്, പിന്നെ അതുപോലെ തന്നെ അങ്ങനെ. പിന്നെ നമ്മള് ട്രാവൽ ചെയ്യുമ്പോൾ പരമാവധി ഒരു നൊമാഡിക് ലൈഫൊക്കെ ആയിരുന്നു. നമ്മളങ്ങനെ ഒരു ലക്ഷൂറിയസ് ലൈഫൊന്നും ആയിരുന്നില്ല. ക്യാഷ് ഉണ്ടായിരുന്നു, നമ്മൾ ഏൺ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ മൊത്തം ക്യാഷ് ഇതിൽ കാണാൻ കൊണ്ടുപോയി കളയുക അങ്ങനത്തെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ ഫിനാൻഷ്യലി നമ്മൾ വളരെ ഡിസിപ്ലിൻഡ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡിലും ക്ഷേത്രങ്ങളിലും ഒക്കെ പോയി കിടന്നുറങ്ങുമായിരുന്നു. ക്ഷേത്രങ്ങളിലൊക്കെ ഒരുപാട് കിടന്നുറങ്ങൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ. പിന്നെ യാത്രകൾ ഇഷ്ടമായിരുന്ന കാരണം നമ്മൾ ഒബ്വിയസ്ലി വീട്ടിൽ നിന്ന് പുറത്ത് ചാടാനുള്ള ഒരു എക്സ്ക്യൂസ് കൂടി ആയിരുന്നു തുടക്കത്തിലൊക്കെ. അപ്പോൾ എവിടേക്കാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാഴ്ച കാണാൻ പോവാണ്, അതല്ലെങ്കിൽ ഉത്തരാഖണ്ഡിലേക്ക് വെള്ളച്ചാട്ടം കാണാൻ പോവാണെന്ന് പറയുന്നതിനേക്കാളും അവിടെ ക്ഷേത്രത്തിലേക്കാണ് പോകണമെന്ന് പറയുമ്പോൾ വീട്ടുകാർക്ക് ഒരു സന്തോഷമാണല്ലോ. അപ്പം അങ്ങനെയായിരുന്നു ഇനീഷ്യലി ഇമോഷണൽ ബ്ലാക്ക്. അപ്പം അങ്ങനെ യാത്രകൾ തുടരുന്നു. അപ്പം അങ്ങനെയാണ് ഈ പുസ്തകം ഞാൻ വായിക്കാനിടയാവുന്നത്. അപ്പം അതിൽ ആള് ശരിക്കും നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സിമിലാരിറ്റി തോന്നി നമ്മുടെ ലൈഫൊക്കെ ആയിട്ട്. ആക്ച്വലി സിമിലർ അല്ല, അന്ന് ആ സമയത്ത് നമുക്ക് അങ്ങനെ തോന്നുന്നു. അപ്പോൾ
എനിക്കപ്പോൾ അപ്പോഴും നമുക്കിപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ആൻസേഴ്സ് നമുക്ക് അപ്പോഴും കിട്ടി കഴിയുന്നില്ല. ഇപ്പോൾ റിലീജിയൻ ആയി കഴിഞ്ഞാലും ഇനീഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസുള്ള ആൻസേഴ്സ് ഉണ്ടായിരിക്കും. ഇനി അത് കുറേ ഡീറ്റെയിൽ ആയി പോയി കഴിയുമ്പോൾ ഇപ്പോൾ ഒരു ദൈവം അദ്ദേഹത്തിൻ്റെ രൂപം മനുഷ്യനിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്, 5-6 കൈകളൊക്കെ ഉണ്ടോ, അതല്ലെങ്കിൽ അദ്ദേഹം വായുവിലൂടെ നടക്കുന്ന ചിത്രമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇനീഷ്യലി ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റിയായിരിക്കും. പക്ഷെ കുറച്ചും കൂടി ഡീറ്റെയിലി സയൻറ്റിഫിക്കലൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് പോരാ, എന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ കുറേയൊക്കെ ഡൗട്ട്സ് നമ്മുടെ മനസ്സിൽ എപ്പോഴും താഴ്ത്തട്ടിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മൈത്രേയൻ്റെ സംഭാഷണം എനിക്ക് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ഒരു ടേണിംഗ് കർവ് ആയിരുന്നു. അപ്പോൾ അതിൽ ആ ഒരു ആർട്ടിക്കിളിന് വളരെ വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ മനുഷ്യർ അറിയാൻ പുസ്തകം, അപ്പോൾ അത് പ്രിന്റ് മീഡിയയിൽ അവൈലബിൾ ആയിരുന്നില്ല, PDF ആയിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ കോണ്ടാക്ട് ചെയ്ത് ആളെനിക്കത് അയച്ചു തന്നു. എന്നിട്ട് പ്രിന്റ് എടുത്ത് ഞാൻ വായിച്ചു. അപ്പോൾ ഒരുപാട് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ബിഗിനിങ് ഓഫ് ലൈഫ്, എൻഡ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞിട്ടൊരു ഫ്രെയിമിനകത്തുള്ളത് കൊണ്ട് നമുക്ക് കിട്ടാത്ത കുറേ ആൻസേഴ്സ് നമ്മൾ കുറച്ചും കൂടി ബ്രോഡായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ പുസ്തകത്തിലൂടെ എനിക്ക് ഒരുപാട് ആൻസേഴ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങുന്നു, കൂടുതൽ പുസ്തകങ്ങൾ ആ ഡയറക്ഷനിൽ വായിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പ് ഉണ്ടായിരുന്ന റിലീജിയസ് ആയിട്ടുള്ള പുസ്തകങ്ങളും ഇതേമാതിരി ഒരുപാടുണ്ട്. ഇപ്പോൾ വാട്സപ്പിലൊക്കെ ഇപ്പം എന്നുള്ള പോലെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പം എന്നുള്ള പോലെ ഇംഗ്ലീഷിലൊക്കെ ഒരുപാട് മെനി മാസ്റ്റേഴ്സ്, മെനി ലൈഫ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ നമ്മുടെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളെ എഴുതുന്ന ഒരുപാട് റൈറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ വെസ്റ്റിലായാലും ഒരുപാട് യൂറോപ്യൻസിനെ എനിക്ക് നേരിട്ട് പരിചയമുള്ളവർ ഇന്ത്യൻ സ്പിരിച്വാലിറ്റിയിലൊക്കെ വളരെ അട്രാക്റ്റഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, സയൻസിലേക്ക് നമുക്ക് കുറച്ചൊരു ചെറിയൊരു ഡൈവേർഷൻ കിട്ടി കഴിഞ്ഞപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ റിസർച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പം നമുക്ക് കൺവിൻസിങ് ആയിരിക്കണമല്ലോ. അങ്ങനെ കൂടുതൽ വായിക്കുന്നു, കൂടുതൽ സയൻസിലോട്ട് എടുക്കുന്നു. അപ്പോൾ ശരിക്കൊരു നമ്മുടെ ഒരു ഗ്രാഫ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, ആദ്യം താഴോട്ട് പിന്നെ മേലോട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു പറയാം. അപ്പോൾ നമ്മളൊരു ന്യൂട്രൽ ആയിരുന്നു. ഐ മീൻ ബാല്യത്തിലൊക്കെ അത്രയും വലിയ സ്ട്രിക്റ്റ് ആയിരുന്നില്ല റിലീജിയൻ ഒന്നും. പക്ഷെ പിന്നെ നമ്മൾ കൂടുതൽ എടുക്കുന്നു, പിന്നെ സയൻസിലോട്ട് വരുന്നു. അപ്പോൾ സുമേഷ്, ഈ മൈത്രേയന്റെ പുസ്തകം വായിച്ചിട്ട് പൂർണ്ണമായിട്ടും ഇത് അങ്ങനെയല്ല. ഇപ്പൊ മൈത്രേയൻ ദൈവം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കണോ എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. എനിക്കങ്ങനെ ആളുടെ പല വാചകങ്ങളും എൻ്റെ കുറെ ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് ആയിട്ട് ഫീൽ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള റിസർച്ചൊക്കെ നമ്മൾ തന്നെ വീണ്ടും ചെയ്യുകയാണ്. നമ്മളിപ്പോൾ ഒരുപാട് സയൻറ്റിഫിക് മേഖലയിലുള്ള ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് നമുക്ക് ഡൗട്ട് ഉണ്ടായിരുന്ന സംഭവങ്ങളെ കുറിച്ച് നമ്മൾ വീണ്ടും റിസർച്ച് ചെയ്യുന്നു, കൂടുതൽ വായിക്കുന്നു. നെറ്റൊക്കെ അപ്പോൾ അതായത് സോഷ്യൽ മീഡിയ ഒന്നും അപ്പോൾ വന്നിട്ടില്ല, വരുന്നേ ഉള്ളൂ. ഫേസ്ബുക്കൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊരു 8-10 കൊല്ലം മുമ്പൊക്കെ ഫേസ്ബുക്കിൽ നിന്നൊക്കെ ക്വിറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ ആ രീതിയിൽ സോഷ്യൽ മീഡിയയിലൊന്നും അല്ലാതെ നെറ്റ് ഗൂഗിൾ ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കൂടുതലും പുസ്തകങ്ങൾ ഒത്തൻറ്റിക് ആയിട്ടുള്ള ഓതേഴ്സിൻ്റെ പുസ്തകങ്ങളൊക്കെ വായിക്കുകയായിരുന്നു നമ്മുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. അപ്പോൾ അങ്ങനെ മൈത്രേയൻ്റെ ആ ഒരു പുസ്തകം എന്ന് പറയുന്നത് ഒരു സ്ട്രൈക്കിംഗ് പോയിന്റ് ആയിരുന്നു. ആളുടെ പുസ്തകം നമുക്ക് അങ്ങനെ കൺവിൻസിംഗ് ആയിട്ട് തോന്നി. പിന്നീടും അതുപോലുള്ള ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടാണ് നമുക്ക് തോന്നുന്നത് ലോജിക്കായിട്ട് നമുക്ക് പല കാര്യങ്ങളും. എത്ര ശതമാനമായിട്ടുണ്ട് യുക്തിവാദത്തിലേക്കുള്ള ദൂരം? അങ്ങനെ യുക്തിവാദത്തിലേക്ക് എത്ര ദൂരം എനിക്ക് പറയാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ നമ്മുടെ ഒരു ലോജിക്കിന് അനുസരിച്ച് 100% ലോജിക്കലി ആണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. മുമ്പും ആ സമയത്ത് അത് ലോജിക്കായിരുന്നു. ഇന്ന് ഇതാണ് എനിക്ക് ലോജിക്കായിട്ട് തോന്നുന്നത്. ഇനിയിപ്പോൾ നാളെ മറ്റൊരു സയൻറ്റിസ്റ്റോ ആരെങ്കിലും വന്നിട്ട് അവരുടെ ഒരു റിസർച്ച് പേപ്പർ കാണിക്കുകയാണ്, ഇത് ദൈവം ഉണ്ടെന്നുള്ളൊരു പ്രൂഫ് എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മളത് സയന്റിഫിക്കലി അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കും. നമ്മളത് വിശ്വസിക്കാതെ വഴിയില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യെസ്. അപ്പോൾ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമുള്ളത്, നമ്മൾ ഈ ഒരു സന്യാസ ജീവിതവും ഇപ്പോഴുള്ള ജീവിതവും ഒന്ന് കമ്പയർ ചെയ്ത എന്തായിരിക്കും പറയുക? സന്യാസ ജീവിതത്തിൽ നമ്മൾ ഒരു വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫിന് വേണ്ടി, മോക്ഷത്തിന് വേണ്ടിയോ അതല്ലെങ്കിൽ നമുക്കൊരു പുണ്യം ലഭിക്കുന്നതിന് വേണ്ടിയോ ഒക്കെയുള്ള ഒരു ഫ്യൂച്ചറിൽ ഏതോ ഒരു അറിയാത്തൊരു പോയിന്റിലേക്കുള്ള ഒരു യാത്രക്കായിട്ടാണ് നമ്മൾ സ്വയം സങ്കല്പിക്കുന്നത്. അതായത് ഭാവിയിലേക്കുള്ള കുറെ പണികളാണ് ഇപ്പം ചെയ്യുന്നത്. അങ്ങനെ തന്നെ. അതല്ലെങ്കിൽ അടുത്ത ജന്മത്തിലേക്ക് വേണ്ടിയിട്ടുള്ള പുണ്യം എന്നുള്ള രീതിയിൽ, അതല്ലെങ്കിൽ ഈ ജന്മങ്ങളുടേതായിട്ടുള്ള ഒരു പരമ്പരയിൽ നിന്നും മോക്ഷം കിട്ടി പുറത്തേക്ക് കിടക്കുക പോലുള്ള ഒരു കൺസെപ്റ്റാണ് നമ്മൾ യഥാർത്ഥത്തിൽ അതെല്ലാം സ്വാർത്ഥ താല്പര്യങ്ങളാണ്. അതെ, അത് നമുക്ക് അത് മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുക്കുന്നു മാത്രം. നമ്മളിപ്പോൾ അതിൽ തന്നെ ലയിച്ചിരിക്കുന്ന ഈ മോക്ഷം ആഗ്രഹിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ എനിക്കറിയാം. നമ്മൾ ഒബ്വിയസ്ലി അങ്ങനെയൊക്കെ കുറെ യാത്ര ചെയ്യുകയും കുറെ ആളുകളായിട്ട് പരിചയപ്പെട്ടിരിക്കുകയും, പക്ഷെ അവരുടെ ഉള്ളിലൊക്കെയുള്ള ഒരു ഭൗതികമായിട്ടുള്ള ഒരു ആസക്തി
അവർ വിൽഫുള്ളി അല്ലെങ്കിലും അവർ ഹൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു 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 പ്രീച്ചർക്കോ അതല്ലെങ്കിൽ ഒരു ഇതുപോലെ മോക്ഷം തേടിയിരിക്കുന്ന ഒരു സന്യാസിക്കോ ഇപ്പോൾ ഒരു സ്മാർട്ട് ഫോണിന്റെ ആവശ്യമില്ല. പക്ഷെ നമ്മൾ അവരെ മുമ്പിൽ ഒരു സ്മാർട്ട് ഫോണൊക്കെ എടുത്ത് യൂസ് ചെയ്യുമ്പോൾ അവർക്കൊരു ഒരു ആകാംക്ഷയുണ്ട്, എന്താണ് അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്നത്, ഇതുകൊണ്ട് എന്താണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു അത് മാത്രമല്ല വേറെയും കുറേ കാര്യങ്ങളിലൊക്കെ അവർക്ക് നമ്മുടെ അടുത്ത് അല്ലെങ്കിൽ സാധാരണ ജീവിതം നയിക്കുന്നവരുടെ അടുത്ത് ഒരു അസൂയ എന്ന് പറയാൻ പറ്റില്ല, ഒരു ആകാംക്ഷയൊക്കെ ഉണ്ട്. പലരും അതുപോലെ ഇപ്പം നമ്മൾ കുറച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല വൃത്തിയുള്ള നല്ല ഡ്രസ്സ് കണ്ണാടിയൊക്കെ വെച്ച് നമ്മൾ സ്റ്റൈലായിട്ട് ചെന്നിരിക്കുമ്പോൾ ആൾ പറയും, എനിക്കൊരു പരിചയമുള്ള ഒരു സന്യാസി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ അടുത്ത് നമ്മൾ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു, ഞാനും ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുമായിരുന്നു, പെൺപിള്ളേരൊക്കെ നോക്കുമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആളുടെ ഫേസിലോട്ട് നമ്മൾ നോക്കുമ്പോൾ സിൻസിയർലി അദ്ദേഹം അത് എൻജോയ് ചെയ്തിരുന്നു, അതിൽ വിഷമിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പത്തെ ലൈഫിൽ ഞാൻ എന്താണ് ഇപ്പൊ എനിക്ക് തോന്നിയ പോലെ ഇൻ ദ സെൻസ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ ജീവിക്കുന്നു. നമ്മൾ ഫ്യൂച്ചറിൽ ഇത്ര കൊല്ലങ്ങൾക്ക് ശേഷം മോക്ഷം ലഭിക്കുമെന്ന രീതിയിലോ അതല്ലെങ്കിൽ പുണ്യം ലഭിക്കാൻ വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന ജന്മങ്ങളെ കുറിച്ച് ടെൻഷൻ അടിക്കുന്നു വേണ്ട. ഇപ്പൊ നമ്മളിപ്പോ ജീവിക്കുന്നു, സുഖമായിട്ട് ജീവിക്കുന്നു, സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. അന്ന് ഒരുപാട് സമയവും ഊർജവും ഒരു വെറുതെ പാഴാക്കിയെന്ന് തോന്നിയിട്ടുണ്ട്? വെറുതെ പാഴാക്കിയെന്ന് ഇപ്പൊ തോന്നുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഓരോ ലൈഫിൽ അതൊക്കെ വന്നിരുന്നെങ്കിൽ വന്നിട്ടുള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത്. പക്ഷെ ഇതൊന്നും ചെയ്യാതെ ആൾക്കാർ എത്തിയിട്ടുണ്ടല്ലോ. തീർച്ചയായും അല്ലേ. അപ്പൊ അന്ന് അങ്ങനെ ചെയ്യാതെ അവിടേക്കൊക്കെ പോയില്ലായിരുന്നെങ്കിൽ നേരെ ഈ മൈത്രേൻ്റെത് ഇത് നേരത്തെ കണ്ടിരുന്നെങ്കിൽ ആ സമയവും ഊർജവും അതും പറയാൻ പറ്റില്ല. അത് ആ ഒരു ആർട്ടിക്കിൾ വായിക്കാൻ അപ്പൊ മനസ്സ് പാകമായിരുന്നു. ഒരുപക്ഷെ മൈത്രേന്റെ പുസ്തകം ഞാൻ ഒരുപക്ഷെ മുമ്പ് മൈത്രേനെ കുറിച്ച് വായിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഇപ്പൊ മൈത്രേൻ അല്ല, ഇപ്പം റിച്ചാർഡ് ഡോക്കിൻസിന്റെ ഗോഡ് ഡെലീഷൻ അത് കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ എന്തായിരിക്കും ഒരുപക്ഷെ. അപ്പൊ ആ സമയത്ത് നമ്മൾ ഓൾറെഡി റെഡി ആയിരുന്നിരിക്കണം. അത്തരം ആ ഒരു മൈത്രേയൻ എന്ന് പറഞ്ഞതുപോലെ പിന്നീട് സി രവിചന്ദ്രന്റെ പുസ്തകങ്ങളൊക്കെ വായിക്കുന്നു, ജ്യോതിഷത്തെ കുറിച്ചുള്ള പുസ്തകങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വായിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു ഷിപ്പിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആളായ കാരണം നമുക്കിപ്പോൾ നാവിഗേഷൻ, സെലസ്റ്റിയൽ നാവിഗേഷൻ സംഭവങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നതുകൊണ്ട് ഈസിലി കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോഴൊക്കെയാണ് നമുക്ക് ഈ രാഹു, കേതു, ഗുളികൻ അങ്ങനെ പ്രശ്നങ്ങൾ, ചൊവ്വാദോഷം അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നതൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ കൂടുതൽ സയൻസിലോട്ട് അടുത്ത് വരുന്നു. അപ്പോൾ മുമ്പത്തെയായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ലൈഫ് ഈസ് ബെറ്റർ, ഫാർ ബെറ്റർ ആണ്. ഇപ്പം ഷിപ്പിലാണ്. എന്താണ് ഈ ഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് എങ്ങനെയാണ് അതിന്റെ അവിടുത്തെ ലൈഫും മറ്റു കാര്യങ്ങളും? ലൈഫ് നമ്മളിപ്പോൾ കാർഗോ ഷിപ്സിലാണ് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അവിടെയും തേങ്ങ ഉടക്കലൊക്കെ ഉണ്ടോ? ഷിപ്പ് പോകുന്നത് ഉണ്ട്. ചില ഇന്ത്യൻ ഷിപ്പുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ത്യൻ ഷിപ്പ് അല്ല, ഞാൻ പുറത്തുള്ള ഷിപ്പുകൾ അതില്ല. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഒരു ഡാനിഷ് കമ്പനിയിലാണ്. അപ്പോൾ അവരൊക്കെ വളരെയധികം സയന്റിഫിക്കലി ചിന്തിക്കുന്ന ആളുകളാണ്. റിലീജിയനൊക്കെ അവരവരുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു മാറ്റർ ആയിട്ടാണ് അവർ കാണുന്നത്. അവര് മറ്റുള്ളവരെ ബ്രെയിൻ വാഷ് ചെയ്യാനോ അതല്ലെങ്കിൽ മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാനോ അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാനേ പോകുന്നില്ല. അപ്പോൾ പേഴ്സണൽ ഫ്രീഡം അവിടെയൊക്കെ വളരെ അധികമാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു അച്ഛനും അമ്മയ്ക്കും മകൻ അച്ഛൻ്റെ അമ്മയുടെയും അതേ രീതിയിൽ പിന്തുടർന്ന് വരണം. അപ്പോൾ അങ്ങനെയുള്ള രീതികളാണ് അത്. അതായത് ഈവൻ റിലീജിയൻ ആയാൽ പോലും. പക്ഷേ യാതൊരു മാത്രം വിശ്വസിക്കാത്ത യുക്തിവാദികളായ അച്ഛൻ്റെ അമ്മയുടെയും ക്രിസ്ത്യൻ ബിലീവർ ഒരു മകനൊക്കെ എനിക്കറിയാം. ഡാനിഷ് ആയിട്ടുള്ള ഒരു പയ്യനൊക്കെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ അതിൽ ബിലീഫ് തോന്നി, അവൻ അതിൽ വിശ്വസിക്കുന്നത്. അവൻ്റെ പാരൻസ് ഒക്കെ വളരെ റേഷണൽ ആയിട്ടുള്ള തിങ്കേഴ്സാണ്. അപ്പം അങ്ങനെ അവർക്ക് അവിടെ പേഴ്സണൽ ഫ്രീഡം ഉണ്ട്, എന്തിനും ചിന്തിക്കാനും ചിന്തിക്കാതിരിക്കാനും. പക്ഷെ അത് അവർക്ക് സ്വയം കൺവിൻസ് ആകുമ്പോഴാണ് അവരതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഐ മീൻ എല്ലാവരെയും എന്ന് പറയാൻ പറ്റില്ല. അതേ സമയത്ത് അതിൻ്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് ഏഷ്യയിലോ അതല്ലെങ്കിൽ ഇന്ത്യയിലോ ഒക്കെ വളരെ എൻലൈറ്റഡ് ആയിട്ടുള്ള ഗുരുക്കന്മാരൊക്കെ ഉണ്ടെന്നോ അതല്ലെങ്കിൽ ഗുരൂസൊക്കെ ഉണ്ട്. അതല്ലെങ്കിൽ അവർക്ക് നമുക്ക് എൻലൈറ്റൻമെന്റ് തരാൻ പറ്റും എന്നൊക്കെ വെച്ചിരിക്കുന്ന കുറച്ച് ആളുകൾ ഇപ്പോഴും ഉണ്ട്. ഇപ്പം നമ്മുടെ വളരെ വലിയൊരു എക്സ്പോർട്ടായിരുന്നു ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. എക്സ്പോർട്ടാണ് ഇപ്പോഴും. അപ്പോൾ വെസ്റ്റിലായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ഇപ്പോഴും അത്തരം വിശ്വാസങ്ങളെ കൊണ്ട് നടക്കുന്നവരും ഉണ്ട്. ഷിപ്പിൽ അപ്പം നമ്മൾ ഒരു 5-8 ഒക്കെ നാഷണാലിറ്റീസ് ഒക്കെ ആയിട്ടായിരിക്കും സംസാരിക്കുക അല്ലെങ്കിൽ പെരുമാറി ജോലി ചെയ്യുക ഒരുമിച്ച്. അപ്പോൾ നമ്മുടെ ഒരു ഡിന്നർ ടേബിൾ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരു 4-5 നാഷണാലിറ്റീസിൻ്റെ ഒക്കെ കൂടി ഇരുന്നിട്ടായിരിക്കും നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് പോലും. അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ കാഷ്വൽ ടോക്സിലൊക്കെ ഇത്തരം വിഷയങ്ങളൊക്കെ പലതും കയറി വരാം. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇപ്പോൾ ഇന്ത്യൻ ഓഫീസേഴ്സോ അല്ലെങ്കിൽ ഇന്ത്യൻ ക്രൂ ഒക്കെ ആയിട്ടുള്ള ഉണ്ടായിരിക്കുന്ന സദസ്സുകളെക്കാളും ഇപ്പോൾ യൂറോപ്യൻസിൻ്റെ ഒക്കെ കൂടി ഇരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഇത്തരം പ്രോഗ്രസീവ് ആയിട്ടുള്ള മൈൻഡുള്ളവരാണ് അവരെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇപ്പോൾ 1-2 ഷിപ്പുകളിലൊക്കെ ഞാൻ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ സെക്കൻഡ് ഓഫീസറാണ്. അപ്പോൾ ഇതുപോലെ 1-2 ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സിൻ്റെ മുകളിലൊക്കെ ഈ ചെറിയ ക്ഷേത്രം പോലൊക്കെ പണിത്
അപ്പൊ നമുക്കൊരു ക്യൂരിയോസിറ്റി കാരണം ഇനിയിപ്പോ ഈ എക്യുപ്മെന്റിന്റെ ഭാഗമാണോ ഇതെന്നൊക്കെ അഴിച്ചു നോക്കി കഴിയുമ്പോൾ അതിനകത്ത് സംസ്കൃത ശ്ലോകങ്ങളിൽ എഴുതി കടലാസ് തകിട് ഒക്കെ വെച്ച് കണ്ടിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അനുഭവങ്ങൾ ശരിക്കും ഉണ്ടായിട്ടുണ്ട്. ഈ ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ വീട്ടുകാരറിഞ്ഞോ? വീട്ടുകാർക്ക് നമ്മൾ തുടക്കം തൊട്ടേ ഒരു കല്ലുകടി ഉണ്ടായിരുന്നു. കാരണം നമ്മൾ സന്യാസത്തിലോട്ട് പോകുന്നു, പിന്നീട് കുറെ ഗ്രാജുവൽ ആയിട്ട് വിശ്വാസത്തിൽ നിന്നൊക്കെ പിൻവാങ്ങുന്നു. അപ്പൊ ആ ഒരു പേഴ്സണൽ ഫ്രീഡത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രഗിൾ എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു. അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്ന ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നാലും മറ്റതിനേക്കാളും കുറച്ചുകൂടെ അവര് നോക്കുമ്പോൾ അപകടം ഇതാണെന്നായിരിക്കും. മറ്റത് ഇത്തിരി തീവ്രമായാലും പക്ഷെ ഈ ഒരു നിരീശ്വരവാദം എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു അത് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവം എന്നുള്ള രീതിയിലേക്കൊക്കെ പോകുന്നുണ്ട് പലപ്പോഴും. അത് പിന്നെ കുറച്ച് മനസ്സിലാക്കി കഴിയുമ്പോൾ അത് അവര് നീ യുക്തിവാദിയല്ല, നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ ഡംപ് ചെയ്യും. അപ്പൊ പിന്നെ അതവിടെ കഴിഞ്ഞു എന്നുള്ള രീതിയിലേക്കാണ് വരുന്നത്. ഒരു ക്യൂരിയോസിറ്റി ഉള്ള ചോദ്യം, ഈ നേരത്തെ ഈ സ്വാമി ആയിട്ട് നടന്നപ്പോഴും ഒരുപാട് പേരെയൊക്കെ പരിചയം ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പൊ ഈ ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞ ശേഷം അവരേതെങ്കിലും പരിചയപ്പെട്ട് വിളിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം അവരറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോടുള്ള കോൺവെർസേഷൻ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും. അപ്പോൾ നമ്മൾ അങ്ങനെ പേഴ്സണൽ റിലേഷൻസിൽ നമ്മളിത് ഇൻവോൾവ് ചെയ്യാറില്ല. ഇപ്പോഴും ഞാൻ യാത്രകളൊക്കെ പോകാറുണ്ട്, അത്തരം കൂട്ടുകാരുടെ അല്ലെങ്കിൽ അവരൊക്കെ ആയിട്ട് കൂടാറുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് എനിക്കിപ്പോൾ അതിൽ താല്പര്യമില്ല, അത്തരം കാര്യങ്ങളായിട്ട് താല്പര്യമില്ല. ഇപ്പൊ അന്നത്തെ കാലത്ത് ഇപ്പൊ അജേഷേട്ടൻ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചില്ല, ഇപ്പൊ നമ്മളിപ്പോ അങ്ങനെ അന്ന് ഒരുപാട് ഊർജ്ജമൊക്കെ ചെലവായി വേസ്റ്റ് ആയി പോയില്ല. അതുകൊണ്ട് എനിക്ക് തോന്നിയ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റി. ഇപ്പോൾ കളികെട്ട് കാണാൻ വേണ്ടി പോയതാണെങ്കിലും ആ സ്ഥലങ്ങളൊക്കെ നമ്മളവിടെ കണ്ടു. അതല്ലെങ്കിൽ ഇപ്പോൾ ഉത്തരകാശി കാണാൻ വേണ്ടി ആ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നതെങ്കിലും നമ്മൾ ഹിമാലയത്തിലൂടെ അല്ലെങ്കിൽ ഗംഗോത്രിയും ഗോമുഖ് വരെയൊക്കെ നമ്മൾ നടന്ന് ട്രക്ക് ചെയ്ത് പോവുക എന്നൊക്കെ പറയുന്നതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം അത് നഷ്ടമല്ല. അതുപോലെ തന്നെ അന്നത്തെ ആളുകളായിട്ടുള്ള ബന്ധം ഇപ്പോഴും നമ്മൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അവരിങ്ങനെ ചോദിക്കും നീ എങ്ങനെ യുക്തിവാദിയായി പോയെന്ന് ചോദിച്ചു. അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളത് പറയുന്നു, ഇതാണ് ഇന്ന കാരണങ്ങളാണ്, നിങ്ങൾക്ക് സ്വയം ചിന്തിക്കാമെങ്കിൽ നിങ്ങൾ ചിന്തിക്കൂ, തിരഞ്ഞെടുക്കൂ എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ ചോദ്യങ്ങൾ വളരെ ഒബ്വിയസ് ആയിട്ട് വരാറുണ്ട്. ഇനി എന്താ ഇപ്പം എങ്ങനെ വിവാഹ ജീവിതം? ഞാൻ മാരീഡാണ്. ഒരു മകനുണ്ട്. പങ്കാളി വിശ്വാസിയാണോ? പങ്കാളി വിശ്വാസിയാണ്. ആള് കുറച്ചൊക്കെ അഗ്നോസ്റ്റിക് ആണ്. ഇപ്പൊ ഏത് സമയത്താണ് ഈ സ്വാമിയായിരുന്ന സമയത്തായിരുന്നോ? അല്ലല്ല, അത് കഴിഞ്ഞ് നമ്മള് ട്രാൻസ്ഫോർമേഷൻ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ് ഒരു ഓവർനൈറ്റ് പെട്ടെന്ന് ഒരു ദിവസം കാലത്ത് എഴുന്നേറ്റിപ്പോ അങ്ങനെ ആയിരുന്നില്ല. ഒരു ഗ്രാജുവൽ ആയിട്ടുണ്ടായിട്ടുള്ള ഒരു പ്രോസസ് ആയിരുന്നു. വിവാഹമൊക്കെ ആലോചിച്ച് തുടങ്ങുന്ന സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പത്രത്തിൽ ഇങ്ങനെ റാഷണൽ തിങ്കർ ആയിട്ടുള്ള ഒരു പാർട്ട്ണർ വേണം അങ്ങനെയൊക്കെ പരസ്യമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ തൃശ്ശൂർ ജില്ലയ്ക്ക് പുറത്തുനിന്നായിരുന്നു കൂടുതലും റെസ്പോൺസസ് വന്നത്. പിന്നെ വീട്ടിൽ നിന്ന് ഒരുപാട് അകലേക്കൊക്കെ ആകുമ്പോൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ള നമ്മുടെ ലൈഫിനെ ഒരുപാട് അത് ബാധിക്കുമെന്ന് എനിക്ക് തോന്നിയിരുന്നു. പാരന്റ്സ് ഒക്കെ അതിന് വില്ലിങ് ആയിരുന്നു. പാരന്റ്സിന് അച്ഛനമ്മയ്ക്കും അത് ഓക്കെ ആയിരുന്നു. കാര്യം കുറച്ച് റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് നമ്മുടെ പേഴ്സണൽ ഫ്രീഡത്തിനെ കുറച്ച് ക്രിട്ടിക്കൽ തിങ്കിങ്ങിനൊക്കെ ബൂസ്റ്റ് ചെയ്യായിരുന്നു. വീട്ടിൽ ചെറുപ്പം മുതലുള്ള സാഹചര്യം അങ്ങനെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് പരസ്യമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറേ അകലൊക്കെ ആയതുകൊണ്ട് നമുക്കങ്ങനെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കി വളരെ നോർമലായിട്ടുള്ള സാധാരണ ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. നമ്മൾ വിവാഹം കഴിച്ചത് ക്ഷേത്രത്തിൽ വെച്ച് തന്നെയാണ്. അതെ. അപ്പോൾ ഇപ്പം ഇങ്ങനെ യുക്തിവാദിയാണെന്ന് പറഞ്ഞപ്പോൾ പങ്കാളി എന്താ പറഞ്ഞത്? ആളൊക്കെയാണ്. ഇപ്പം ഞാൻ അങ്ങോട്ട് കൊടുക്കുന്ന അതേ റെസ്പെക്റ്റ് ആൾ എനിക്ക് തിരിച്ചു തരുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ആളുടെ അടുത്ത് ഞാനിപ്പോൾ യുക്തിവാദി ആവണമെന്ന് ശാഠ്യം പിടിക്കാത്തതുപോലെ ഞാൻ വിശ്വാസി ആവണം ആളും അങ്ങനെ ശടിക്കുന്നില്ല. ഒരു മകനുണ്ട്. മകൻ എങ്ങനെ വിശ്വാസത്തിലാണോ വളർത്തുന്നത്? ആളെ നമ്മളങ്ങനെ ന്യൂട്രൽ ആയിട്ടാണ് വളർത്തുന്നത്. അപ്പോൾ ആൾക്ക് ഇപ്പോൾ സ്വയം ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും ഉള്ള ഒരു പ്രായമാകുമ്പോൾ ആൾ സ്വയം തീരുമാനിക്കട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മളങ്ങനെ. അതിനകത്തൊരു കാര്യം നമ്മൾ പറയാനുള്ളത്, ഇപ്പം എല്ലാവരും പറയും ഇപ്പം നമ്മൾ മതവിശ്വാസം പഠിപ്പിക്കുന്നില്ല, അതുകൊണ്ട് നമ്മൾ യുക്തിവാദവും പഠിപ്പിക്കണ്ട എന്നുള്ളൊരു ചിന്താഗതി പറഞ്ഞത്. യഥാർത്ഥത്തിൽ അതിനകത്ത് എനിക്കുള്ളൊരു വ്യത്യസ്തമായ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞില്ലേ, നമ്മൾ കുട്ടികളെ എപ്പോഴും യുക്തിവാദം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്യൂർലി സയൻസ്.
നമ്മൾ കുട്ടികളെ മസ്റ്റായിട്ട് സയൻസ് പഠിപ്പിച്ചേ മതിയാകും. അല്ലാതെ ഇപ്പൊ അത് ഞാൻ ഖുറാനും രാമായണവും ഭഗവത്ഗീതയും ഒന്നും പഠിപ്പിക്കുന്നില്ല, അതുകൊണ്ട് സയൻസും പഠിപ്പിക്കണ്ട എന്ന് പറയുന്നതിൽ കാര്യമില്ല. അടിസ്ഥാനപരമായിട്ട് ശാസ്ത്രീയ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ശാസ്ത്രബോധത്തോടു കൂടിയുള്ള വിദ്യാഭ്യാസം. അല്ലാതെ നമ്മൾ നേരത്തെ ഒക്കെ നമ്മൾ പറഞ്ഞതുപോലെ ഇങ്ങനെ ബിഗ് ബാങ് ഉണ്ട്, പരിണാമമുണ്ട്, ശരി പരിണാമം, അതവിടെ ആ പുസ്തകം മടക്കുമ്പോൾ തീരും. അങ്ങനെയല്ല, നമ്മളൊരു ലോജിക്കായിട്ട് അത് എന്താണെന്ന് കുട്ടികളെ പഠിപ്പിക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. ശാസ്ത്രീയ വിദ്യാഭ്യാസത്തെക്കാൾ ശാസ്ത്രീയ ബോധം, സയന്റിഫിക് ടെമ്പർ വളർത്തുക എന്നുള്ളതാണ്. നമ്മൾ ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ പഠിക്കുന്നത് മാർക്ക് ലഭിക്കാൻ വേണ്ടി മാത്രമാണ് എന്നുള്ളൊരു ചിന്തയും എനിക്കുണ്ട്. അത് ശരിയാണ്. അപ്പോൾ മകനെ നമ്മൾ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, പഠിപ്പിക്കുന്നു, അതല്ലെങ്കിൽ കാണിച്ചു കൊടുക്കുന്നു, എങ്ങനെയാണ് ഓരോ സാധനങ്ങളും വർക്ക് ചെയ്യുന്നതൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ അതിലാൾ ഹാപ്പിയാണ്. ഇപ്പോൾ റിലീജിയനെ നമ്മൾ ടോട്ടലി നോ റിലീജിയൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ അടച്ചുപൂട്ടി ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനൊക്കെ ഓരോ ഫെയറി ടെയിൽസ് ആയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റിലീജിയസ് ആയിട്ടുള്ള സ്റ്റോറീസ് ഉണ്ട്, ടെക്സ്റ്റുകൾ ഒരുപാടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഉത്സവങ്ങളുണ്ട്, പിന്നെ സോഷ്യൽ ഗ്യാതറിങ്സ് ഉണ്ട്. അപ്പോൾ അതിനൊന്നും നമുക്ക് അതൊക്കെ പൂർണ്ണമായിട്ട് അടച്ചു പൂട്ടി കഴിഞ്ഞാൽ നമുക്കൊരു സോഷ്യൽ ബീയിങ് ആയിട്ട് ജീവിക്കാൻ ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഫെസ്റ്റിവലിനൊക്കെ നമ്മൾ പോകാറുണ്ട്. അപ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെ ഉത്സവങ്ങൾക്ക് പോകാറുണ്ട്, ബലൂൺ പി ഒക്കെ നമ്മൾ വാങ്ങിക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ റിലീജിയസ് ആയിട്ടുള്ള പാട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നു. അതിനകത്ത് ചെന്നിട്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും ചടങ്ങുകൾ ചെയ്യുക, അല്ലെങ്കിൽ പള്ളികളിൽ ഉത്സവങ്ങൾക്കൊക്കെ നമ്മൾ പോകാറുണ്ട്. അപ്പോൾ റിലീജിയസ് ആയിട്ടുള്ള പാട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇല്ല, നമ്മളെ കുറേ ഇൻ്റർവ്യൂസൊക്കെ നടത്തിയപ്പോഴും നമ്മൾ കുട്ടികളെയൊക്കെ ഇൻ്റർവ്യൂ നടത്തിയപ്പോഴേ അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മറ്റ് കുട്ടികളെ അപേക്ഷിച്ചിട്ട് അവർക്കുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ മറ്റ് റിലീജിയസ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന കുട്ടികൾക്ക് ഒരുപാട് ഫ്രസ്ട്രേഷനാണ്. അതായത് അവരെ റിലീജിയസ് ബിലീവ്സ് നടപ്പിലാക്കാൻ വേണ്ടി അവർ ഈ പഠിത്തത്തിൻ്റെ സമയത്തുകൂടി തന്നെ അതിന് സമയം കണ്ടെത്തണം. അതൊരു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബർഡനാണ്. തീർച്ചയായും മനസ്സിലായി. ഇപ്പോൾ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു കുട്ടിയാണെങ്കിൽ സുന്നത്ത് നടത്തണം. എന്തുമാത്രം ഒരു ബർഡൻ അനുഭവിക്കുന്നു എന്നുള്ളത്. അതേപോലെ ഇപ്പൊ ഹിന്ദു സമുദായത്തിലായിരുന്നാലും അങ്ങനെയുണ്ട്. ഈ പറഞ്ഞതുപോലെ ഇപ്പം എൻ്റെ മകനെയൊക്കെ ഈ കുത്തിയോട്ടൊക്കെ നേർന്നു അങ്ങനെയൊക്കെ ഒരു ചടങ്ങുണ്ട്. നടക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ നേർന്നതാണ്. നേരുന്നവർക്ക് വെറുതെ വീട്ടിലിരുന്ന് ഒരു കസേരയിൽ നേർന്നതല്ലേ, അനുഭവിക്കുന്നതല്ല ഈ കുട്ടികളാണ്. ഒരുപാട് നമ്മളെ ഈ അമ്മയുടെ അച്ഛൻ്റെ അല്ലെങ്കിൽ ഗ്രാൻഡ് മദറിന്റെയും ഗ്രാൻഡ് ഫാദറിന്റെയും ഒക്കെ ഈ റിലീജിയസ് ബിലീഫ് അനുഭവിക്കേണ്ടി വരുന്നത് കുട്ടികളാണ് എന്നുള്ളതാണ് ഏറ്റവും. പിന്നെ ആ കുട്ടികൾ തന്നെ വളർന്നു വരുമ്പോൾ അവർ അത് അടുത്ത തലമുറയിലേക്ക് കൈമാറുന്നു, ആ ബാറ്റൺ കൈമാറുന്നു. അപ്പൊ അതുകൊണ്ട് അതിനൊരു ബ്രേക്ക് വരുന്നില്ല. അല്ല, അതുകൊണ്ട് ശാസ്ത്രീയ വിദ്യാഭ്യാസം നമ്മൾ കുട്ടികൾക്ക് മസ്റ്റായിട്ട് അതോടൊപ്പം ശാസ്ത്രീയ അവബോധം. ഞാൻ വിദ്യാഭ്യാസം ഉദ്ദേശിച്ച് ശാസ്ത്രബോധമാണ്. വിദ്യാഭ്യാസം ആൾറെഡി സർക്കാർ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടൊരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശാസ്ത്രബോധം വളർത്തിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമുള്ള കാര്യമാണ്. അപ്പം വിദ്യാഭ്യാസം വളർത്തിയെടുക്കുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ സിസ്റ്റം എവിടെ നിൽക്കുന്നത് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം മകനെ നമ്മളൊരു പ്ലേ സ്കൂളിലൊക്കെ വിടാൻ വേണ്ടി നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ ഒരു 10-12 കിലോമീറ്റർ 15 കിലോമീറ്റർ റേഡിയസിലുള്ള എല്ലാ സ്ഥലത്തും ഞാൻ കയറി ഇറങ്ങി. പക്ഷെ എല്ലായിടത്തും ഈ പ്രെയർ ഉണ്ട്. പ്രെയറിലാണെങ്കിൽ ആ ഒരു ഗോഡ്ലി ഫിഗറിനെ ആരാധിക്കുന്നുണ്ട്. അപ്പം അത് നമ്മൾ ഇനീഷ്യലി എല്ലാം ഫിൽട്ടർ ചെയ്ത് അത് വേണ്ട, കാരണം അവിടെ ഗോഡ് ഉണ്ട്, ഇത് വേണ്ട, ഇവിടെ ഗോഡ് ഉണ്ട്, ഇത് വേണ്ട, ഇത് റിലീജിയൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ പ്രീ കെ ജിയിൽ പോലും റിലീജിയൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സ്കൂളുകളുണ്ട്, അല്ലെങ്കിൽ പ്ലേ സ്കൂളുകളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഒഴിവാക്കി പിന്നെ അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ കൊച്ചിനെ വീട്ടിൽ തന്നെ എടുത്തിട്ട് അത് വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് പുതിയ തലമുറയിലോ അതല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്കൊക്കെ അത് വരാത്തത്? ഒരുപക്ഷെ അവരുടെ പാരൻസ് യുക്തിവാദികളല്ലാത്തത് കൊണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് വളരെ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സിസ്റ്റം കൊണ്ടുവന്നിട്ട് അതിനകത്ത് അവർക്ക് ഇപ്പോൾ 18 വയസ്സിൽ ഇലക്ഷൻ അല്ലെങ്കിൽ വോട്ടിംഗ് ഏജ് ഒരു 18 വയസ്സാണെങ്കിൽ അതുപോലെ തന്നെ ആളുകൾക്ക് റിലീജിയൻ തിരഞ്ഞെടുക്കാനുള്ള ഒരു ഏജ് കൂടെ നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. പിന്നെ അതൊക്കെ സാഹചര്യത്തിലൊക്കെ അതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്, നടക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. അല്ല, ഈ നമ്മളിപ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് ഒരുപാട് കോളേജുകളും സ്കൂളുകളും ഒക്കെ സർക്കാർ അനുവദിക്കുന്നു. അപ്പൊ അതേപോലെ ഒരു ന്യൂനപക്ഷമാണ് യുക്തിവാദികൾ എന്ന് പറയുന്നത്. അവർക്ക് അനുവദിക്കാമല്ലോ. അതെ, അറ്റ്ലീസ്റ്റ് നമ്മളൊരു ഇനീഷ്യേറ്റീവ് നമ്മൾ തുടങ്ങേണ്ടതാണ്. ഇൻ ദ ഫ്യൂച്ചർ നമുക്ക് എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ. അപ്പോൾ സുമേഷിന് എങ്ങനെയാണ് ഭാവി പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ എന്താണ്? ഭാവി പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ മുമ്പോട്ട് പോകുന്നു, സുഖകരമായിട്ട് പോകുന്നു. ഇപ്പോഴത്തെ ഈ ഒരു ജീവിതം വളരെ സന്തുഷ്ടമാണ്. തീർച്ചയായും കമ്പയർഡ് ടു പ്രീവിയസ്. പിന്നെ അതിൽ നമ്മൾ ഇപ്പോൾ ഈ സന്യാസം എന്ന് പറയുമ്പോൾ പോലും ഓഷോയുടെ ഒക്കെ ഒരു ഇൻഫ്ലുവൻസ് പലപ്പോഴും വന്നിട്ടുണ്ട്. അപ്പം ഓഷോയുടെ മെഡിറ്റേഷൻ റിസോർട്ടിലൊക്കെ ഞാൻ മെഡിറ്റേഷൻ ചെയ്യാനൊക്കെ പോകുമ്പോൾ അപ്പോൾ ഓഷോ ഒക്കെ ഇനീഷ്യലി റിലീജിയനൊക്കെ
അടച്ചാക്ഷേപിക്കുകയായിരുന്നു. പക്ഷെ എനിക്ക് പിന്നീട് തോന്നിയത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു സ്കൂൾ ഓപ്പൺ ചെയ്തു എന്നുള്ളതായിരുന്നു. അപ്പോൾ അതുകൂടെയൊക്കെ നമ്മുടെ മൈത്രേയൻ്റെ ഒക്കെ ഒരു സ്ട്രൈക്കിന് വരാനുള്ള ഒരു റീസൺ ആയിട്ടുണ്ട്. രവിചന്ദ്രൻ, മൈത്രേയൻ, പിന്നെ അതുപോലെ കോവൂരിൻ്റെ പുസ്തകങ്ങളൊക്കെ വായിക്കുകയും ഒക്കെ ചെയ്യും. പിന്നെ അഡ്വക്കേറ്റ് രാജഗോപാൽ വാഗ്ദാന പുസ്തകങ്ങൾ, അങ്ങനെ ഒരുപാട് പേരൊക്കെ വായിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഇത് നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പം പ്രതിസന്ധി ഘട്ടത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ തിരിച്ചു പോകണമെന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? ഇല്ല. പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ ആദ്യം ചെയ്യുക ഗൂഗിളിൽ സെർച്ച് ചെയ്യും. സിമ്പിൾ സൊല്യൂഷൻ അവിടെ നിന്ന്. ഗോഡിനേക്കാൾ കൂടുതൽ ഗൂഗിളാണ് ഹെൽപ്പ് ചെയ്യുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചോദിക്കാം, നമുക്ക് ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ വിലപ്പെട്ട ഒരു നിർദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സന്യാസ ജീവിതത്തിൽ നിന്നും യുക്തിവാദ ജീവിതത്തിലേക്ക് വന്ന ആളെന്ന നിലയിൽ ഇത് കാണുന്ന ആൾക്കാരോട് എന്താണ് നമുക്ക് പറയാനുള്ളത്? സന്യാസം എന്ന് പറയുമ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു പരമ്പരയിൽപ്പെട്ട ഒരു ദീക്ഷ സ്വീകരിക്കുക, നമ്മളൊരു സന്യാസി ആയിരുന്നില്ല, മനസ്സുകൊണ്ട് നമ്മൾ അതിനെ തയ്യാറായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോ നമുക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യുക, ശരിയല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കുക, കൂടുതൽ അന്വേഷിക്കുക, ശാസ്ത്രീയമായിട്ട് സയൻസിനൊക്കെ നമ്മൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ഒരാൾ പറഞ്ഞതോ അതല്ലെങ്കിൽ 500, 600, 2000 കൊല്ലം മുമ്പ് പറഞ്ഞ ആളുകളുടെ കാര്യങ്ങളെക്കാൾ ഇപ്പോൾ പറയുന്ന ആളുകൾ, സയന്റിസ്റ്റുകളോ ഒക്കെ പറയുന്നതായിരിക്കും നമ്മൾ കൂടുതൽ കേൾക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് വാലിഡ്, എവിഡൻസ് ബേസ്ഡ്. അതെ, അപ്പോൾ അതാണ് ആവശ്യം. പിന്നെ ഈവൻ ഇപ്പോൾ സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവാണ്, ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, വാട്സാപ്പ് യൂണിവേഴ്സിറ്റി വളരെ ആക്റ്റീവാണ്, ഫേസ്ബുക്ക് ഉണ്ട്. പക്ഷെ അതിലൊക്കെ ഈ പറഞ്ഞതുപോലെ റിലീജിയനും കയറി വരുന്നുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ച് നമുക്ക് ലോജിക്കലാണ്, നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ സാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ വിശ്വസിക്കാൻ പാടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, അപ്പോൾ അത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അതായത് നമ്മൾ ഈ ഒരു എപ്പിസോഡ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു എപ്പിസോഡാണ്. കാര്യം നമ്മൾ കുറേ പേര് ഇൻ്റർവ്യൂ ചെയ്തതിൽ ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടിയുള്ള ഒരു ജീവിതത്തിൽ നിന്ന് ഈ യുക്തിവാദ ജീവിതത്തിലേക്ക് വരികയും ഇപ്പോൾ അത് വളരെ സന്തുഷ്ടമായിട്ട് പോവുകയും ചെയ്യുന്നു. സുമേഷ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കുക, അന്വേഷിക്കുക, സയൻറ്റിഫിക്കായിട്ട് കാര്യങ്ങൾ വിലയിരുത്തുക എന്നുള്ളത് മാത്രമാണ്. എന്തായാലും നന്ദി സുമേഷ്, ഇത്രയും നേരം സംസാരിച്ച്. മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.